ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എൻഹാൻസ് ഒബ്ജക്റ്റ് ലിറ്ററൽസിനെ കുറിച്ചാണ്. നമുക്ക് എൻഹാൻസ് ഒബ്ജക്റ്റ് ലിറ്ററൽ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി നെയിം. പ്രോപ്പർട്ടി നെയിംസ് ചെറുതായിട്ട് എഴുതാൻ പറ്റും, ഈസി ആയിട്ട് ഷോർട്ട് ഹാൻഡ് ആയിട്ട് എഴുതാൻ പറ്റും. മെത്തേഡ് നെയിംസ് ഷോർട്ട് ഹാൻഡ് ആയിട്ട് എഴുതാൻ പറ്റും. കമ്പ്യൂട്ടർ പ്രോപ്പർട്ടി നെയിംസ് ഡൈനാമിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ എന്താ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതിന്റെ കുറച്ച് ബെനിഫിറ്റ്സോട് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എൻഹാൻസ് ഒബ്ജക്റ്റ് ലിറ്ററൽസിന്റെ ബെനിഫിറ്റ്സ്: കോൺസൈസ്നെസ്, അതായത് കോഡിന്റെ സൈസ് കുറയുന്നത് കാരണം റീഡബിലിറ്റിയും മെയിൻറ്റൈനബിലിറ്റിയും കൂടും. രണ്ടാമത് ഓൾറെഡി പറഞ്ഞിട്ട് തന്നെ റീഡബിലിറ്റി, ക്ലിയർ ഒബ്ജക്റ്റ് ഡെഫിനിഷൻ. നമ്മൾ ഒരു വേരിയബിൾസിന് നെയിം മാച്ച് ആവുന്ന സമയത്ത് ഇതിന്റെ റീഡബിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. ഇതൊക്കെ എന്താ നിങ്ങൾക്ക് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും, കോഡ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. മൂന്നാമത്തെ ഫ്ലെക്സിബിലിറ്റി. പ്രോപ്പർട്ടി നെയിംസ് കമ്പ്യൂട്ടർ, അതായത് ഡൈനാമിക് പ്രോപ്പർട്ടി നെയിംസ് വരുന്നത് കാരണം നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി നെയിംസ്. നമുക്കൊരു വേരിയബിൾ ഇടാം, ടെസ്റ്റ് വേണ്ട നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ജോബ്സ്, പിന്നെ ജെൻഡർ, നെയിമും ജെൻഡറും ഞാൻ കൊടുത്തു. ഓക്കെ, എനിക്ക് ഇത് വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാം? കോൺസ്റ്റന്റ് ഒബ്ജക്റ്റ് ഈക്വൽ ടു, നമ്മളൊരു ബ്രാക്കറ്റിൻ്റെ അകത്ത് നോർമലി എന്താ ചെയ്യാം, ഒബ്ജക്റ്റിന്റെ നെയിം ഈക്വൽ ടു ഇവിടുത്തെ വേരിയബിൾ നമ്മൾ കൊടുക്കുന്നു, ജെൻഡർ ഈക്വൽ ടു ഇവിടുത്തെ ജെൻഡറിനെ നമ്മൾ കൊടുക്കുന്നു, അല്ലേ? അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഈ പേര് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഫുൾ നെയിം എന്നോ അതുപോലെ തന്നെ സെക്സ് എന്നോ എന്തായാലും കൊടുക്കാം. ഓക്കെ, പക്ഷേ നമുക്ക് ഇതിപ്പോൾ സെയിം നെയിമാണെന്ന് വിചാരിക്കാം, സെയിം കീയും സെയിം വാല്യൂ ആണ്. അതായത് ഇവിടെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വേരിയബിളിനെ തന്നെയാണ് ഇവിടെ കീ ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ അകത്ത് എൻഹാൻസ്ഡ് ഒബ്ജക്റ്റ് ലിറ്ററൽസ് വെച്ചിട്ട് നമുക്കിതിനെ ഒമിറ്റ് ചെയ്യാം. അതായത് ഇങ്ങനെ എഴുതിയാലും മതി. ഇപ്പം നമ്മൾ ഈ ഒബ്ജക്റ്റ് ഒന്ന് കൺസോൾ ലോഗ് ചെയ്ത് നോക്കി, ഉണ്ടോ? നെയിം, ജെൻഡർ നമ്മൾ നേരത്തെ കൊടുത്ത പേര് തന്നെ ആയിരുന്നുകൊണ്ട്, അതായത് നേരത്തെ കൊടുത്ത പേര് തന്നെയായിട്ടും പുതിയ പേര് കൊടുക്കാതെ, കീ കൊടുക്കാതെ നമുക്ക് അതിന്റെ വാല്യൂസിന് എടുക്കാൻ പറ്റും. എനിക്ക് ഈ സെയിം വാല്യൂ കൊടുക്കുന്നു. ഇപ്പൊ എന്ത് സംഭവിക്കും? ഇപ്പോഴും അതേ ആൻസർ തന്നെ നമുക്ക് കിട്ടും. ഇപ്പൊ കണ്ടോ, ഇവിടെ കീയും മാറിയിട്ടില്ല, വാല്യൂ മാറിയിട്ടില്ല. നമ്മൾ പഴയ രീതി കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നോക്കും, ഇപ്പോഴും നെയിമും ജെൻഡറും തന്നെയാണ്. ക്ലിയർ ആയോ? ഇത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇത് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്സ് ആയിട്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുത്ത വാല്യൂ വെച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഫംഗ്ഷൻ നമുക്കൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, നെയിം, ജെൻഡർ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ അകത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ട് അതേ പേരിൽ തന്നെയാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ കീയും വാല്യൂ ഡയറക്റ്റ് ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ വെച്ചിട്ട് എനിക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പം ഇതാണ് എന്താ പറയുക, എൻഹാൻസ്ഡ് ഒബ്ജക്റ്റ് ലിറ്ററൽസ്, അതായത് നമ്മുടെ വേരിയബിൾസിനും മെത്തേഡ്സിനും. ക്ലിയർ ആയോ? ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒബ്ജക്റ്റിൻ്റെ അകത്ത് എനിക്ക് കമ്പ്യൂട്ടഡ് വാല്യൂ കൊടുക്കാൻ പറ്റും. കമ്പ്യൂട്ടഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇപ്പം പുതിയൊരു വേരിയബിൾ ഞാൻ ഇട്ടു, കോൺസ്റ്റ് കീ നെയിം ഈക്വൽ ടു നെയിം, അല്ലേ? വേണ്ട, ഏജ് എന്ന് കൊടുക്കാം. കോൺസ്റ്റ് ഏജ് ഈക്വൽ ടു 30 എന്ന് കൊടുക്കുക, എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ വാല്യൂ എങ്ങനെ കൊടുക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെയിംസ് വേണമെന്നുണ്ടെങ്കിൽ, നെയിം കീയും വാല്യൂം സെയിം ആണെന്നുണ്ടെങ്കിൽ ഇത് പേര് മാത്രം കൊടുത്താൽ മതി. അതിന് കീയും വാല്യൂ രണ്ടായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ നെയിം മാത്രം ഡയറക്റ്റ് കൊടുത്താൽ മതി. ഇനി കമ്പ്യൂട്ടർ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൈനാമിക് ആയിട്ട് ഇവിടുന്ന് വരുന്ന കീസിനെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അതിന് വാല്യൂസ് സെറ്റ് ചെയ്യാനേ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കീ നെയിം എന്ന് പറഞ്ഞാണ് ഇതിന്റെ കീ ആവേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്കൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടേച്ച് ഞാൻ ആ കീ നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ വാല്യൂ വന്നിട്ട് ഏജ് ഡയറക്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ സെറ്റ് ചെയ്ത് ഈ ഒബ്ജക്റ്റ് ഞാൻ കൺസോൾ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? സേവ് ചെയ്ത് നോക്കി, കണ്ടോ? ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് ആ കീ നെയിം എന്തായിരുന്നു? ഇവിടുത്തെ കീ നെയിം ഏജ് എന്നായിരുന്നു, അല്ലേ? ആ ഏജ് എന്നുള്ള കീ നെയിം എനിക്ക് ഇവിടെ വന്നു, അതിന്റെ വാല്യൂ എന്താണോ ആ വാല്യൂ വന്നു, അല്ലേ? ഏജ് 30. ലാസ്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് ഇതിൻ്റെ പറയാനുള്ളത്. അതായത് നമുക്ക് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും ഫംഗ്ഷൻസിനെ എൻഹാൻസ് ഒബ്ജക്റ്റ് ലിറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഫംഗ്ഷൻസിന് ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ ഓഫ്
ആ ഫംഗ്ഷന്റെ പേര് നമുക്ക് എഴുതേണ്ട കാര്യമില്ല. ഒരു ഒബ്ജക്റ്റിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആ ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഡയറക്റ്റ് ഫംഗ്ഷൻ എഴുതിയിട്ട് അതിന്റെ വാല്യൂ നമുക്ക് അവിടുന്ന് എടുക്കാനായിട്ട് സാധിക്കും. വാല്യൂ ഫ്രം ഇൻസൈഡ് ഫംഗ്ഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനകത്ത് ഫംഗ്ഷൻ വന്നു, ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വന്നു. അതിനകത്ത് വാല്യൂ എടുക്കണം എന്നുണ്ടെങ്കിൽ obj.test എന്ന് കൊടുത്താൽ മതി. ഉണ്ടോ, ഹലോ ഫ്രം ഇൻസൈഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? 3 കാര്യങ്ങളായിരുന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കീ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഒരു പേര് മാത്രം കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് അതിന്റെ വാല്യൂ എടുത്തോളും. രണ്ടാമത്തെ പറഞ്ഞത് നമുക്ക് ഡൈനാമിക് ആയിട്ട് വാല്യൂ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇപ്പോഴത്തെ കേസിൽ, ഈ ഒരു കേസിൽ നിങ്ങൾക്ക് വലിയ യൂസ്ഫുൾ ആയിട്ട് തോന്നില്ല. പക്ഷേ ഏതെങ്കിലും ഫംഗ്ഷനിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാസ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് അതിന്റെ ഡിപ്പെൻഡന്റ് ആയിട്ട് നമുക്ക് ഫംഗ്ഷനാലിറ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡൈനാമിക് ആയിട്ട് വാല്യൂ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും, കമ്പ്യൂട്ടഡ് വാല്യൂ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തെ പറഞ്ഞാൽ ഫംഗ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻസിന് ഫ്രണ്ടിൽ ഫംഗ്ഷൻ എഴുതിയിട്ട് നമുക്ക് കോൾ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഷോർട്ട് ഹാൻഡ് ആയിട്ട് ഫംഗ്ഷന്റെ പേര് മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് എൻഹാൻസ്ഡ് ഒബ്ജക്റ്റ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ പ്രോമിസസ് ആണ്. പ്രോമിസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഈ പ്ലേലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്യാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പം അതുകൂടെ കാണുക. അത് ക്ലിയർ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രോമിസസ് എന്ന് പറയുന്നത്. അതേപോലെ ഈ പ്രോമിസസോടുകൂടി ES6 കഴിഞ്ഞു. നമുക്ക് അടുത്ത JS 2016 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് അടുത്ത മോഡലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ടെങ്കിലോ അറിയിക്കുക. അതിന്റെ ബേസിൽ നമുക്ക് വേണ്ട ചേഞ്ചസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.